ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു വലിയൊരു ഇടവേള കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക, കമൻറ്റും കൂടി അയക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് വീഡിയോ ഇട്ടത്? നോമ്പിൻ്റെ സമയത്ത് 2 വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഒത്തിരി തിരക്കായി പോയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടാനത്. പിന്നെ അതുപോലെ തന്നെ സുഖമുണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ലൈവിൽ വരാറുണ്ട്, ഞാൻ ലൈവിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂട്ടുകാരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഹൈദരാബാദി ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനിലേക്ക് ആ മഞ്ഞളും മുളകും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, ജീരകപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മസാല പുരട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഹൈദരാബാദി ബിരിയാണീൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഏലക്കായ നല്ലോണം ഒരു 3-4 ഏലക്കായ പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ തന്നെ ഉള്ളിയും കൂടി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഉള്ളിയും കൂടി നമുക്കൊന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലാണ് അതിൻ്റെ മസാലേൻ്റെ ഒരു രഹസ്യം ഉള്ളത്. അപ്പോൾ തന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ മസാലയിലാണ് കേട്ടോ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതാ ഞാനിതൊക്കെ ഇട്ടിട്ടുണ്ട്. പുതിന കൊത്തമ്പീർ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. തൈര് കുറച്ചധികം വേണം അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് 1 മണിക്കൂറിന് ശേഷം ആച്ചെങ്കിൽ അതിനെ മുപ്പട്ടേ നമ്മൾ മസാല ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇത് ഞാൻ ഉള്ളി പൊരിച്ച എണ്ണയാണ് കേട്ടോ കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം കൈകൊണ്ട്. അപ്പോൾ ചിക്കനിലൊക്കെ മസാല പിടിക്കണോ വെച്ചെങ്കിൽ നമ്മൾ കുറച്ച് നേരം 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മസാല ഇതുപോലെ ചിക്കനിലാക്കിയിട്ടൊക്കെ ഒന്ന് നമ്മൾ മൂടി വെച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ മസാല ഉണ്ടാക്കണം. എന്താ വെച്ചാൽ നമ്മൾ സാധാ ബിരിയാണീൻ്റെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചെറുനാരങ്ങയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 4 ഏലക്കായ വേറെ തന്നെ ഒന്ന് ചതച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചോറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മൾ നീളമുള്ള അരി തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഹൈദരാബാദി ബിരിയാണിയിലേക്ക് നീളമുള്ള അരി കൊണ്ട് വെച്ചാലായിരിക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗരം മസാല എല്ലാ ഐറ്റങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് പുതിനയും കൊത്തമ്പീറും അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് കേട്ടോ. പച്ചമുളക് ഒന്ന് കഴുകിയിട്ട് അതുപോലെ തന്നെ അരിയാണ്ട് അങ്ങോട്ട് കൊടുക്കണേ. അതൊക്കെയാണ് നമ്മൾ ബിരിയാണിയിൽ ടേസ്റ്റ് തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനിതാ കുറച്ച് എണ്ണയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് അരി ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് ഊറ്റിയിട്ട് അങ്ങ് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാലയിലേക്ക് പോവാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതുപോലെ തന്നെ എല്ലാ ഗരം മസാല ഐറ്റങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ലോണം പൊട്ടി വന്നാൽ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ചിക്കനും മസാലയും എല്ലാം കൂടി അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഇനി ഒന്നും ചേർക്കേണ്ടതില്ല കേട്ടോ. എന്താ വെച്ചാൽ ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അതൊക്കെ ആയിട്ട് മസാല നല്ല അടിപൊളിയായിട്ട് വരും. ഉപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ ചേർത്തതാണല്ലോ. എന്നാലും പിന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ ഒക്കെ ഒന്ന് നോക്കുക, കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നേ. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാല, ചെറിയ ജീരകപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ പുതിന കൊത്തമ്പീറും അതുപോലെ തൈരും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഉള്ളി വറുത്തതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതാ മസാല ഒക്കെ ഒന്ന് അങ്ങ് മൂടി വെച്ചാൽ വേഗം വേവും, ചിക്കൻ ആണല്ലോ, അതുകൊണ്ട് വേഗം നമുക്ക് മസാല റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ ചോറ് ഞാൻ അതുപോലെ അങ്ങ് ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചങ്ങ് ചൂടാറട്ടോ, ചൂടാറിയാലാണ് നമുക്ക് ദമ്മിടാനൊക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒട്ടി പിടിച്ച പോലെ ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മളെ മസാലയും കൂടി അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ മസാല നല്ല അടിപൊളിയായി ചിക്കനൊക്കെ വെന്തിങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഹൈദരാബാദി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അധികം പണിയൊന്നുമില്ലല്ലോ, വേഗം ആവുന്ന ബിരിയാണിയാണ്. അപ്പോൾ ഇതാ ഞാനിങ്ങ് ദമ്മിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചോറിട്ടിട്ടുണ്ട്. അതിന് ചോറിട്ടതിൻ്റെ ശേഷം മുകളിലേക്ക് പുതിനയും കൊത്തമ്പീരും അതുപോലെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെയും അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ദമ്മറിൽ. അപ്പോൾ ഇതാ ദമ്മറിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം വിട്ടിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ചൊന്ന് എല്ലാ തിരക്കിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ദമ്മിട്ടു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ദമ്മ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഗ്യാസുമ്മേൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് നമ്മളെ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിരിയാണീൻ്റെ ദമ്മ് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ മഞ്ഞൾ നമ്മളെ ഇതുണ്ടല്ലോ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മുകളിൽ ബിരിയാണീൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫുഡ് കളറല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണീൻ്റെ എല്ലാം അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മസാല വേറെയാക്കി, ചോറ് വേറെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.